ഏറ്റവും പുതിയൊരു വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് അവശ്യമരുന്ന് സംഭരണത്തിലും സർക്കാരിന്റെ കടും വെട്ട്. ആവശ്യമായ തുകയുടെ 1/3 മാത്രമാണ് 2025-26 സാമ്പത്തിക വർഷത്തേക്ക് അനുവദിച്ചത്. ഫണ്ട് കുറവ് സമ്മതിക്കുന്ന ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നിയമസഭാ മറുപടി ജനം ടിവിക്ക് ലഭിച്ചു. വിവരങ്ങളുമായി വി വിനീഷ് ഒപ്പം ചേരുന്നു. വിനീഷ്, ആരോഗ്യ മേഖല അപ്പാടെ അത്യാഹിതത്തിൽ തന്നെയെന്ന് വ്യക്തമാക്കുന്നു ഓരോ വാർത്തകളും. തീർച്ചയായിട്ടും കൃഷ്ണരാജ, ഈ ഒരു വാർത്ത അത് ആരോഗ്യമന്ത്രി തന്നെ സമ്മതിക്കുന്ന ഒരു രേഖകൾ തന്നെയാണ് ജനം ടി വി ഇപ്പോൾ പുറത്തുവിടുന്നത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഈ മരുന്ന് വാങ്ങുന്നതിന് സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി നേരിടേണ്ടി വന്നു. അത് സാധാരണക്കാരായ ജനങ്ങളെ വലിയ തോതിൽ ബാധിച്ചു. സർക്കാർ ആശുപത്രികളിൽ മരുന്ന് വാങ്ങാനെത്തുന്ന രോഗികൾക്ക് കൃത്യമായി മരുന്നുകൾ ലഭിക്കാത്ത സാഹചര്യങ്ങൾ പല ഘട്ടങ്ങളിലുണ്ടായി. അത് നമ്മൾ നേരത്തെ വാർത്ത റിപ്പോർട്ട് ചെയ്തതുമാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് മന്ത്രി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ 2024-25 സാമ്പത്തിക വർഷത്തിൽ 934 കോടി രൂപയാണ് ആരോഗ്യവകുപ്പ് സംസ്ഥാന സർക്കാരിനോട്, ധനവകുപ്പിനോട് ആവശ്യപ്പെട്ടത്. പക്ഷേ ബഡ്ജറ്റിൽ തുകയായി വിലയിരുത്തിയത് 356 കോടി രൂപയാണ്. പക്ഷേ 356 കോടി രൂപ അതിൻ്റെ പകുതി പൈസ പോലും എത്തിയില്ല. അത് പര്യാപ്തമല്ലാത്ത സാഹചര്യം വന്നപ്പോൾ വീണ്ടും ആരോഗ്യവകുപ്പ് വലിയ രീതിയിലുള്ള സമ്മർദ്ദം ധനവകുപ്പിന് മേൽ ഉയർത്തുന്ന ഘട്ടമുണ്ടായി. ആ ഘട്ടത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിനുശേഷം സംസ്ഥാന സർക്കാർ വീണ്ടും 150 കോടി രൂപ അവിടെ വീണ്ടും ആരോഗ്യവകുപ്പിന് നൽകുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ അപ്പോഴും അവിടുത്തെ പ്രതിസന്ധി തീർന്നില്ല. അങ്ങനെ 2024-25 സാമ്പത്തിക വർഷത്തിൽ 506 കോടി രൂപയാണ് സംസ്ഥാനത്തിന് അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിന് ലഭിച്ചത്. അതിൽ കൂടി 427 കോടി രൂപയുടെ മരുന്നുകൾ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ലഭിക്കാത്ത സാഹചര്യമുണ്ടായി. അവർ മറ്റു ആശ്രയങ്ങൾ തേടി പോകേണ്ട ഒരു സാഹചര്യമുണ്ടായി. നമുക്കറിയാം, പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഓരോ വ്യക്തിയും, ഒരു സാധാരണക്കാരായ മനുഷ്യൻ ചികിത്സ തേടുമ്പോൾ അത് സൗജന്യമാണ്. ആരോഗ്യരംഗത്ത് സംസ്ഥാനം രാജ്യത്ത് ഏറ്റവും മുന്നിലാണ് എന്നൊക്കെ കൊട്ടിഘോഷിക്കുന്ന സംസ്ഥാന സർക്കാർ ഭരിക്കുന്ന ഘട്ടത്തിൽ, അല്ലെങ്കിൽ പിണറായി സർക്കാർ ഭരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരം പ്രതിസന്ധികൾ ആരോഗ്യ മേഖലയെ ഇപ്പോഴും വേട്ടയാടുന്നത് എന്നതാണ് വസ്തുത. അതേ കണക്ക് നമുക്ക് 2025-26 സാമ്പത്തിക വർഷത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, സംസ്ഥാനം ആവശ്യപ്പെട്ടത് 1014 കോടി രൂപയാണ് ആരോഗ്യവകുപ്പ് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. നൽകിയതാകട്ടെ 356 കോടി രൂപയാണ് ബഡ്ജറ്റിൽ വിലയിരുത്തിയത്. അങ്ങനെ അവിടെയും വലിയ തോതിലുള്ള ഒരു കൊടുംവെട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. നിലവിൽ രണ്ടാമത് അത് പുതുക്കി നൽകാനുള്ള ഒരു ഘട്ടത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നിട്ടില്ല. 658 കോടി രൂപയുടെ കുറവാണ് ആരോഗ്യവകുപ്പ് ആവശ്യപ്പെട്ടതിൽ കുറവായി സംസ്ഥാനത്തിന് ലഭിച്ചത് എന്നതാണ് പ്രധാനമായി എടുത്തു പറയേണ്ടത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനം നേരിടുമ്പോൾ ഒരു സൈഡ് സർക്കാരിൻ്റെതായ ദൂർത്തുകൾ ഒരു വലിയ രീതിയിൽ പുരോഗമിക്കുന്നു. അതേസമയം സാധാരണക്കാരായ ജനങ്ങൾക്ക് അവർക്ക് കൃത്യമായി നമുക്കറിയാം, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും താലൂക്ക് ആശുപത്രികളിലെല്ലാം തന്നെ ജനങ്ങൾക്ക് അവരുടെ പ്രതിമാസമായി, ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾക്ക് പ്രതിമാസം അവർക്ക് BP-യും മറ്റു സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ജനങ്ങൾക്ക് സൗജന്യമായി ഗുളികകൾ നൽകിക്കൊണ്ടിരുന്നു. ആരോഗ്യത്തിൻ്റെ ഭാഗമായി മരുന്നുകൾ നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതെല്ലാം സംസ്ഥാനത്ത് ഇപ്പോൾ നിലയ്ക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല എന്ന നിലപാടാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യ മേഖലയെ പോലും തകർക്കുന്ന തരത്തിലേക്ക് പിണറായി സർക്കാർ നീങ്ങുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ആരോഗ്യവകുപ്പ് അവശ്യമരുന്നിനാണ്. ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് ആശുപത്രിയിൽ ചെന്നാൽ ലഭ്യമാകേണ്ട മരുന്നുകൾ അതുപോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് ഏതെങ്കിലും ഒരു പുരസ്കാരം പൊക്കിപ്പിടിച്ച് നമ്പർ 1 ആണ് ഞങ്ങളെന്ന് ഈ സർക്കാരും ആരോഗ്യ വകുപ്പുമൊക്കെ അഭിമാനം കൊള്ളുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാൻ വ്യക്തമാക്കിയത്. നിലവിൽ സംസ്ഥാനത്ത് കൊട്ടിഘോഷിക്കുന്നത് ആരോഗ്യരംഗത്ത് നമ്പർ 1 ആണ് രാജ്യത്ത് സംസ്ഥാനം, കേരളം എന്ന് കൊട്ടിഘോഷിക്കുമ്പോഴാണ് സാധാരണക്കാരന് പ്രാഥമികമായി ലഭിക്കേണ്ട പാരസെറ്റമോൾ ഗുളിക മുതൽ അങ്ങേയറ്റമുള്ള മറ്റു പ്രതിമാസം സൗജന്യമായി നൽകേണ്ട മരുന്നുകളിൽ പോലും
കൊടും വെട്ട് സംസ്ഥാന സർക്കാർ നടത്തുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം 2025-26 സാമ്പത്തിക വർഷത്തിൽ 1014 കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിനോട് ആരോഗ്യവകുപ്പ് ആവശ്യപ്പെട്ടത്. അതിൽ 1/3 പോലും സംസ്ഥാന സർക്കാർ നൽകിയില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് രേഖകളിൽ തന്നെ അത് ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ വ്യക്തമാക്കുന്നു. ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ അത് തുറന്ന് സമ്മതിക്കുന്ന സാഹചര്യം. വരും ദിവസങ്ങളിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു കാരണവശാലും പ്രത്യേകിച്ച് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലേക്കോ താലൂക്ക് ആശുപത്രികളിലേക്കോ ജില്ലാ ജനറൽ ആശുപത്രികളിലേക്കോ എത്തുന്ന സമയത്ത് അവർക്ക് കൃത്യമായി മരുന്നുകൾ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകും. ആ മരുന്നുകൾ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ സാധാരണക്കാരായ ജനങ്ങൾ മറ്റു സ്വകാര്യ ആശുപത്രികളെയോ അല്ലെങ്കിൽ മറ്റു മെഡിക്കൽ സെൻ്ററുകളെയൊക്കെ മെഡിക്കൽ സ്റ്റോറുകളെയൊക്കെ ആശ്രയിക്കേണ്ട ഘട്ടത്തിലേക്ക് നീങ്ങും എന്ന കാര്യത്തിൽ സംശയമില്ല. സാധാരണക്കാരന് ഏറ്റവും അടിസ്ഥാനമായി ഒരുക്കേണ്ട ആരോഗ്യ കാര്യത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടാകുന്നത്. 1014 കോടി രൂപ ആരോഗ്യവകുപ്പ് ആവശ്യപ്പെടുമ്പോൾ അതിൽ ഒരു 1/3 പോലും നൽകാതെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമാണ് പിണറായി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ 2024 മുതൽ 2025 വരെയുള്ള കാലഘട്ടം പോലും നമുക്ക് പരിശോധിക്കുമ്പോൾ ആശുപത്രികളിൽ നിന്ന് സാധാരണക്കാരായ ജനങ്ങളുടെ ആരോപണങ്ങൾ ആക്ഷേപങ്ങൾ ഉയരുന്നത് ഇത്തരത്തിലാണ്. ഞങ്ങൾ ആശുപത്രികളിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾക്ക് കൃത്യമായി മരുന്നുകൾ ലഭിക്കുന്നില്ല, കൃത്യമായി അതിനുള്ള സൗകര്യങ്ങൾ ലഭിക്കുന്നില്ല എന്ന പല ഘട്ടങ്ങളിലായി സാധാരണക്കാരായ രോഗികൾ പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്ന സാഹചര്യമുണ്ടായി. അതിനെല്ലാം പ്രധാന കാരണം സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ പണമില്ലാതിരുന്നു. പണമില്ലാത്ത ഘട്ടത്തിൽ അത് ജനങ്ങൾക്ക് ഏറ്റവും അവൻ്റെ ജീവിത സാഹചര്യങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമാകേണ്ട മരുന്നുകൾ പോലും നൽകാൻ സംസ്ഥാന സർക്കാർ ഇപ്പോൾ തയ്യാറാകുന്നില്ല. സാധാരണക്കാരായ ജനങ്ങൾക്ക് മുന്നിൽ സംസ്ഥാന സർക്കാർ മുഖം തിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃഷ്ണരാജ്. യെസ്, സംസ്ഥാനത്ത് അവശ്യ മരുന്ന് സംഭരണത്തിലും സർക്കാരിൻ്റെ കടുംവെട്ട്. ആവശ്യമായ തുകയുടെ 1/3 മാത്രമാണ് നടപ്പ് സാമ്പത്തിക വർഷത്തേക്ക് അനുവദിച്ചത്. ഫണ്ട് കുറവ് സമ്മതിക്കുന്ന ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നിയമസഭാ മറുപടിയുമായി ജനം ബ്രേക്കിംഗ് ന്യൂസിൻ്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു വി വിനീഷ്.